അസ്സലാമു അലൈക്കും. അള്ളാഹു എന്ന ജഗന്നിയന്താവല്ലാതെ ആരാധനക്കർഹനാകുന്ന മട്ടിൽ മറ്റൊരാളുടെ അസ്തിത്വത്തിൽ വിശ്വസിക്കലും ആരാധനക്കർഹനായ സ്രഷ്ടാവെന്ന മുദ്ര സ്വയം തന്നിൽ അവരോധിക്കലും ആരാധനാമൂർത്തിയെന്ന് അവകാശപ്പെടലും ഏകനായ റബ്ബിൻ്റെ പകരം വെക്കാനില്ലാത്ത ന്യൂനതയിൽ നിന്നും കടന്ന് പൂർണ്ണതയിൽ വേരോടിയ വിശേഷണങ്ങൾ പോലുള്ള മഹത്വമാർജിച്ച വിശേഷണങ്ങൾ മറ്റൊന്നിനുണ്ടെന്ന് പറയലും വിശ്വസിക്കലും ഗദ്ഗതത്തോടുകൂടെയാണെങ്കിലും ആ മഹത്വൽക്കരിക്കപ്പെട്ട സിഫത്തുകളെ വിശേഷണങ്ങളെ സ്വയം തന്നിലുണ്ടെന്ന് അവകാശപ്പെടലും ഷിർക്കിൻ്റെ വാക്താക്കളിൽ നിന്നുമുള്ളതാണ്. അഥവാ അതാണ് ഷിർക്ക്. മറ്റെന്തും അടിയറവ് പറഞ്ഞ അള്ളാഹുവിനിക്കുള്ള സിഫത്തുകളെ വേറെ ഒന്നിനുണ്ടെന്ന് പറയൽ ഷിർക്കാണ്. അൽ ആലമു മാ സിവല്ലാഹു ഖദീമുൻ എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറയൽ അതും ഷിർക്കാണ്. ആരാധനക്കർഹനായി മറ്റൊരാളുണ്ടെന്ന് അള്ളാഹു അല്ലാതെ മറ്റൊരാളുണ്ടെന്ന് പറയലും അതും ഷിർക്കാണ്. ബിംബാരാധനയായാലും ശരി, സൂര്യാരാധനയായാലും ശരി, അതിൽ ആരാധനയും ആദരവും വെവ്വേറെ മനസ്സിലാക്കണം. ആരാധന എന്നാൽ ഒരു ശക്തിയെ ആ ശക്തിക്ക് മുകളിൽ വേറൊരു ശക്തിയില്ലെന്ന് കണ്ട് അതിനല്ലാതെ അതിൻ്റെ താഴെയുള്ള ഒന്നിനെയും ഭയക്കാതെ, അങ്ങനെ ഭയക്കേണ്ട ആവശ്യകതയില്ലെന്ന് കണ്ട് സർവവും ആ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം അവനിൽ അടിയറവ് പറയുന്ന അവസ്ഥയാണ് ആരാധന. അതേസമയം ആദരവെന്നാൽ ഒരു ബഹുമാനം കലർന്ന സ്നേഹം നിറഞ്ഞ നോട്ടത്തോടു കൂടെയുള്ള മനോഭാവമാണ് ആദരവ്. അവിടെ ഭയമില്ല, എന്നാൽ ആരാധനയിൽ ഭയമുണ്ട്. അള്ളാഹുവിനിക്കുള്ള സിഫത്തുകളെപ്പോലെ അവനിക്കുള്ള വിശേഷണങ്ങളെപ്പോലെ അതിലുള്ള ഒരു വിശേഷണം തനിക്കുണ്ടെന്ന് അവകാശപ്പെടലും അതും ഷിർക്കാണ്. അള്ളാഹുവിനെല്ലാം കഴിയും, അങ്ങനെ അള്ളാഹുവിന് കഴിയുന്നത് പോലെ എനിക്കെല്ലാം കഴിയും എന്ന് പറയുന്നത് അത് ഷിർക്കാണ്. എന്നാൽ ഒരു വ്യക്തിയെ പൂർണ്ണമായ തെളിവിൻ്റെ അടിസ്ഥാനമില്ലാതെ അവൻ്റെ മേലിൽ ഷിർക്ക് ആരോപിക്കലൊക്കെ ശരിയല്ലാത്ത കാര്യമാണ്. ഇന്നാലിന്ന രീതിയിൽ ഷിർക്ക് ചെയ്യുന്നവനാണ് എന്ന് നാം അവനെക്കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ, അഥവാ അവൻ ഷിർക്കിൽ പെട്ടവനല്ലെങ്കിൽ, ഷിർക്കിൻ്റെ വക്താക്കളിൽ പെട്ടവരല്ലെങ്കിൽ, നമ്മുടെ കാര്യം അതികഠിനമാണ്.